ഗ്രൂപ്പുകൾക്ക് അതീതമായ പ്രവർത്തനവും തന്ത്രജ്ഞതയുമാണ് CV പത്മരാജനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വേറിട്ട വ്യക്തിത്വമാക്കിയതെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡി ബിനോയ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാതെ ഒരു മികച്ച കോൺഗ്രസ് പ്രവർത്തകനായി ആയിരുന്നു CV പത്മരാജൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 1982 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. 83 മുതൽ ഏകദേശം 4 വർഷക്കാലം അദ്ദേഹം KPCC അധ്യക്ഷനായും ചുമതല വഹിച്ചിട്ടുണ്ട്. അതിനുപരിയായി അദ്ദേഹം അധ്യാപകനായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. കൊല്ലം ജില്ലയിലെ പരവൂർ സ്വദേശിയാണ് അദ്ദേഹം. അധ്യാപകനായി ജീവിതം തുടങ്ങിയ ശേഷം അഭിഭാഷകനാകുന്നു. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ്. താഴെത്തട്ടം, അതായത് മണ്ഡലം കമ്മിറ്റി മുതൽ പ്രവർത്തിച്ച് KPCC അധ്യക്ഷ പദവിയിലെത്തിയ ഒരു നേതാവായിരുന്നു. വിവിധ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായിട്ടുണ്ട്. 2 പ്രാവശ്യവും മുഖ്യമന്ത്രി K കരുണാകരന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അതിനപ്പുറം അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ മുഖ്യമന്ത്രി K കരുണാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. ഇപ്പോഴും അദ്ദേഹം കൊല്ലം റൂറൽ സഹകരണ ബാങ്കിന്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് കൊല്ലം നഗരത്തിലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ്, സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വൈകുന്നേരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. മാത്രമല്ല, മാധ്യമ പ്രവർത്തകരുമായും ഒപ്പം സാമൂഹ്യ പ്രവർത്തകരുമായിട്ടൊക്കെ തന്നെ വലിയ തരത്തിലൊരു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് തന്നെ പരവൂരാണെങ്കിൽ പോലും കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയറുമായി ബന്ധപ്പെട്ട വകുപ്പ് പോലും നൽകിയിരുന്നു. പിന്നീട് വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അങ്ങനെ വളരെ ശ്രദ്ധേയനായ ഒരു മന്ത്രിയായിരുന്നു. ഏറെ നാൾ അച്ചടക്ക സമിതി അധ്യക്ഷനായും KPCC അച്ചടക്ക സമിതി അധ്യക്ഷനായും തുടർന്നിരുന്നു. രാഷ്ട്രീയ രംഗത്ത് ഒരു ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം CPIയുടെ കുത്തകയായിരുന്ന, അതായത് P രവീന്ദ്രൻ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവിടേക്ക് CV പത്മരാജൻ എന്ന് പറയുന്ന ഈ P രവീന്ദ്രന്റെ ബന്ധു കൂടിയായ CV പത്മരാജൻ അവിടെ മത്സരത്തിലെത്തുന്നു. അങ്ങനെ കോൺഗ്രസ് അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തൊരു ചരിത്രമുണ്ട്. അത്തരത്തിൽ 1982 കന്നി വിജയം നേടുമ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമായിരുന്നു. എതിർകക്ഷികളോട് പോലും വളരെ സ്നേഹത്തോട് പെരുമാറുകയും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് CV പത്മരാജൻ. അതിനുപരിയായി ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറിയ പങ്കും നടപ്പിലാക്കിയത് അദ്ദേഹത്തിന്റെ സമയത്ത് തന്നെയായിരുന്നു നമുക്ക് പറയാൻ കഴിയും. വളരെ കൗശലക്കാരനായ ഭരണരംഗത്ത് എപ്പോഴും പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്ന തന്ത്രശാലിയായ മുഖ്യമന്ത്രി K കരുണാകരൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് ഈ CV പത്മരാജനായിരുന്നു. അന്നാണ് മുജുവ എന്നൊക്കെ മുഖ്യമന്ത്രി ചുമതല വഹിക്കുന്ന ആൾ എന്നൊക്കെ കളിയാക്കി പറയുന്ന ആ വാക്കുകൾ പോലും ഉണ്ടായത്. അത്തരത്തിൽ രാഷ്ട്രീയപരമായി വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ചും ഈ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉയർന്ന് KPCC പദവിയിൽ വരെ എത്തിയിരുന്നു. ഗ്രൂപ്പിന് അതീതനായിരുന്നു അദ്ദേഹം. കൊല്ലത്ത് അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്നെങ്കിൽ പോലും ഈ KPCCയുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഈ CV പത്മരാജന്റെ വാക്കുകൾക്ക് വലിയ തരത്തിലുള്ള വില കൽപ്പിച്ചിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ചെന്നല ബാലകൃഷ്ണപിള്ളയെ പോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടപെടുകയും അതിൽ സംസാരിക്കുകയും പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഒരു പക്ഷേ K കരുണാകരൻ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയപ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം കൂടുമെന്ന് പ്രതീക്ഷിച്ചതെങ്കിലും കോൺഗ്രസുകാരൻ എന്ന ലേബലിൽ ഉറച്ചു നിന്ന് കോൺഗ്രസിന്റെ ശരിപക്ഷത്തോടൊപ്പം നിന്ന ഒരു നേതാവായിരുന്നു CV പത്മരാജൻ.